പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിച്ചു. ആ, ഓർഡർ ചെയ്ത് കഴിച്ചാണോ? ആ അമ്മേ, 3 പേർക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് എത്ര രൂപയെന്ന് അറിയോ? ഇതിപ്പോ അച്ഛന് മീൻ ഇല്ലാണ്ട് തീരെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് 2-3 കഷ്ണം മീനിൽ വെച്ചാൽ കിട്ടിയുള്ളൂ. അതിന് തന്നെ 250 രൂപ കൊടുത്തു. മൊത്തം അച്ഛന്റെ ഭക്ഷണത്തിന് തന്നെ ആയിട്ടുണ്ട് ഒരു 400 രൂപയോളം. നിങ്ങൾ എന്താ കഴിച്ചേ? ഞങ്ങള് ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചു. പക്ഷെ എന്റെ പൊന്നമ്മ, ഈ മീനിന്റെ വില കണ്ടിട്ടില്ല, എന്റെ കണ്ണ് തള്ളിപ്പോയി. ഇങ്ങനെ 4-5 പ്രാവശ്യം ഓർഡർ ചെയ്ത് കഴിച്ചാൽ മതി, നമുക്ക് ഈ വീട് പണയം വെക്കാം. നല്ല വിലയായില്ലേ? അച്ഛൻ കഴിച്ച ഭക്ഷണത്തിന് എത്ര രൂപയായിന്നാ പറഞ്ഞത്? അതിപ്പോ മീൻ എക്സ്ട്രാ അല്ലേ, അതിന് 250 രൂപ. പിന്നെ ചോറും പച്ചക്കറിയും കൂടി ഒരുമിച്ചാണല്ലോ, അതിന് 150. അങ്ങനെ 400 രൂപന്റെ ഭക്ഷണമാണ് അച്ഛൻ ഉച്ചയ്ക്ക് കഴിച്ചിരിക്കുന്നത്. ഒരു 400 രൂപയുണ്ടോ കയ്യില്? അല്ലേ വേണ്ട, എന്റെ ബാഗിലുണ്ടോ നോക്കട്ടെ. എന്നാ 500 രൂപയുണ്ട് കേട്ടാ. അച്ഛന്റെ ചോറ് വാങ്ങിയ വകയില് 400 രൂപയായിന്നല്ലേ പറഞ്ഞത്. 400 എടുത്തിട്ട് ബാക്കി 100 തിരിച്ചു കൊണ്ടുത്താ. ഇനിയിപ്പൊ അതിന്റെ പേരിൽ നിങ്ങളൊന്നും ഇവിടെ വീട് വെക്കാൻ നിൽക്കണ്ട. എന്തായാലും ഞാനിവിടെ ഇല്ലാത്ത സമയത്തെ നല്ല മനസ്സ് കാണിച്ച് നിങ്ങളുടെ ഒപ്പം അച്ഛനൊരു ചോറ് വാങ്ങി കൊടുത്തല്ലോ. ഇനിയിപ്പൊ അതിന്റെ കടവും വെച്ചിരിക്കണ്ട. എന്നാ പൈസ പിടിക്ക്. എന്തായാലും മക്കളല്ലേ, നീ അങ്ങനെ കടുപ്പിച്ച് സംസാരിക്കണ്ടായിരുന്നു. ഞാൻ പൈസ കൊടുത്തപ്പോ കുട്ടീന്റെ മുഖം വാടിയതുണ്ടോ? അപ്പൊ നിങ്ങൾ ഇത്ര നേരം മുഖവും പാടി ഇവിടെ ഇരുന്നതോ? ഒരു ചോറും മീനും വാങ്ങി തന്നെന്ന് പറഞ്ഞിട്ട് ഇത്ര നേരം അവള് ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചപ്പോ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു? ഇപ്പോഴൊക്കെയല്ലേ ഇവരുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലായിട്ട് വരുന്നത്. നിങ്ങൾ ഒരു കണക്ക് നോക്കാണ്ടല്ലോ ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നത്. ഞാനാണെങ്കിൽ എല്ലാം വെച്ചൊരുക്കി മുന്നിൽ കൊണ്ടു കൊടുക്കും, എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതാ ഒരു നേരം ഞാൻ ഇല്ലാണ്ടാകുമ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ. തിരിച്ച് നന്നായിട്ട് പ്രതികരിക്കും, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മറുപടി കൊടുക്കുന്നുള്ള ഒരൊറ്റ പേടി കൊണ്ട് മാത്രമാണ് ഇതൊന്നും അധികം തല പോക്കാണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണായിരുന്നു എന്നെ ഇട്ടിട്ട് ഇവിടുന്ന് ചക്രശ്വാസം വലിപ്പിക്കുന്നത്. നിങ്ങളെ സമയം കിട്ടുമ്പോഴൊക്കെ അപമാനിച്ചു കൊണ്ടിരിക്കും. ആ അവസ്ഥ നമുക്ക് വരുത്തണം. ഈ അച്ഛനമ്മമാര് കഷ്ടപ്പെട്ട് ഉള്ള ആരോഗ്യം കളഞ്ഞ് പിള്ളേരെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുമ്പോഴേ ആർക്കും ഒരു കുഴപ്പം ഉണ്ടാവില്ല. നല്ല അച്ഛനും നല്ല അമ്മയും നല്ല സ്നേഹമുള്ള മക്കളും. പക്ഷെ എന്ന് നമ്മൾ അവരെ ആശ്രയിക്കാൻ തുടങ്ങുന്നോ അന്ന് മുതൽ അവർക്ക് നമ്മളൊരു തലവേദനയാണ്. എന്തായാലും നിങ്ങളെ പോലെ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നടിക്കാൻ എന്നെ കൊണ്ടാവില്ല. അതിന്റെ ആവശ്യം എന്താ? ഇത്രയും കാലം അവർക്ക് വേണ്ടി നമ്മൾ ജീവിച്ചല്ല, ഇനി ഇവരെ പേടിച്ച് കഴിയണം.